Hi all, welcome to another video on the syntax analysis phase of the compiler. In this video, I'll explain about what is associativity and precedence of operators. When we are learning about any of the programming languages, we'll study about one of the topic, operators. What is the role of operators in programming language is when we are solving a problem by writing a program in any of the programming languages, we need to write mathematical expressions. So while writing mathematical expressions, we need to use that various operators. So the operator evaluation is based on these two different terms, associativity and precedence. So first you have to understand what is associativity and precedence. So associativity and precedence of operators are the two operator characteristics which determine how operands group with the operators. അതായത് ഇത് രണ്ടും ഓപ്പറേറ്റേഴ്സിൻ്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി by using this one we can determine how operands group with operators. അതായത് ഓപ്പറാൻസും ഓപ്പറേറ്റേഴ്സും തമ്മിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്നാണ് ഇതുവഴി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് 2+3 എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം 2+3 -2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വേരിയസ് ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻസും എങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ടേം കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. First we can see with that what is operator precedence. So operator precedence means it determines the order in which different operators in an expression are evaluated. അതായത് ഏത് ഓർഡറിലാണ് നമ്മുടെ എക്സ്പ്രഷനിലുള്ള ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നതാണ് operator precedence കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. The operator precedence determines the order in which different operators in an expressions are evaluated. And the operators with the higher precedence are evaluated before those with the lower precedence. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ഓപ്പറേറ്റർ പ്രസിഡൻസിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സോ ഓപ്പറേറ്റർ വിത്ത് ഹയർ പ്രസിഡൻസ് ആയിരിക്കും ലോവർ പ്രസിഡൻസിന് മുൻപ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ദ പ്രസിഡൻസ് ഇസ് ദ പ്രയോറിറ്റി ഫോർ ഗ്രൂപ്പിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വിത്ത് ദർ ഓപ്പറാൻസ് ആണ്. അതായത് ഏത് പ്രയോറിറ്റിയിലായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻസും ഗ്രൂപ്പ് ചെയ്യേണ്ടത് എന്നതുകൂടിയാണ് പ്രസിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. ദ ഗ്രൂപ്പിംഗ് ഓഫ് ഓപ്പറാൻസ് ക്യാൻ ബി ഫോഴ്സ് ബൈ യൂസിങ് പാരന്തസിസ്. അതായത് നമ്മൾ എക്സ്പ്രഷൻസ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസിങ് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ അതായത് ബ്രാക്കറ്റ്സിനുള്ളിൽ നമ്മൾ എക്സ്പ്രഷൻ്റെ ഏതെങ്കിലും സബ് എക്സ്പ്രഷൻസ് കൊടുക്കാറുണ്ട്. സോ ഈ സബ് എക്സ്പ്രഷൻ കൊടുക്കുമ്പം വി ആർ ഫോഴ്സിങ് ദറ്റ് ഓപ്പറേറ്റർ ഗ്രൂപ്പിംഗ് ഓഫ് ഓപ്പറാൻസ് ആണ്. അതായത് പ്രസിഡൻസ് കുറച്ചും കൂടെ ഹയർ ആക്കാൻ വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പാരന്തസിസ് എന്നത്. ഇനി അതുപോലെ തന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ഈസ് മീനിങ് ഓൺലി ഇഫ് അതർ ഓപ്പറേറ്റേഴ്സ് വിത്ത് ഹയർ ഓർ ലോവർ പ്രസിഡൻസ് ആർ പ്രസന്റ്. ഇപ്പം നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതി a+b അല്ലെങ്കിൽ 2+3 എന്നൊരു എക്സ്പ്രഷനാണ് എഴുതുന്നതെങ്കിൽ അവിടെ നമുക്ക് ആകെ രണ്ട് ഓപ്പറാൻസും ഒരു ഓപ്പറേറ്ററും ഉള്ളൂ. അവിടെ നമുക്ക് പ്രസിഡൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് ദർ ഇസ് നോ മീനിങ് ഫോർ പ്രസിഡൻസ് ഇൻ കേസ് ഓഫ് ദറ്റ് സച്ച് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ്. ബട്ട് വെൻ ദർ ഈസ് മോർ ദാൻ വൺ ഓപ്പറേറ്റേഴ്സ് വിത്ത് ഓപ്പറാൻസ് ദെൻ in that case the precedence is meaningful. അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റർ പ്രസിഡൻസിന് അതിൻ്റെതായ മീനിങ്ങും അതിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസിനെ ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടും വരത്തുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. കൺസിഡർ a = 2, b = 5, c = 2, d = 9 and e = 3. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാനൊരു എക്സ്പ്രഷൻ എഴുതി a + b × c - d / e. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം. അപ്പോൾ 2 + 5 × 2 - 9 / 3. അപ്പോൾ ഇതിൽ ഏതിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത് ആ ഹയർ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്ററിനെയാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്പറേറ്റേഴ്സിൽ ഹയർ പ്രസിഡൻസ് വരുന്ന 2 ഓപ്പറേറ്റർ, ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറും പിന്നെ അതിനൊപ്പം തന്നെ വരുന്ന പ്രസിഡൻസ് വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിവിഷൻ. അതായത് ഒന്ന് ഇതാണ്. അതിനുശേഷം പ്ലസും മൈനസിനും സെക്കൻഡ് പ്രയോറിറ്റിയാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ 2 ആണ് ഇവിടുത്തെ പ്രയോറിറ്റി. അപ്പം അങ്ങനെയാണെങ്കിൽ
ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഈ എക്സ്പ്രഷനിൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സ്റ്റാറും ഡിവിഷനുമാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാറിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 × 2 = 10 ആണ്. 9 / 3 = 3 ആണ്. അപ്പം 10 + 2 ആണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. 10 + 2 എന്ന് പറയുമ്പോൾ 12 ആണ്. 12 - 3 = 9 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്പറേറ്റർ പ്രസിഡൻസിന് മീനിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ഹയർ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ ലോവർ പ്രസിഡൻസിലുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. So this is the meaning about that operator precedence. Next we can see with that operator associativity. Operator associativity means when two operands have the same precedence, their associativity defines the order of evaluation. അതായത് ഒരു എക്സ്പ്രഷനിൽ ഒന്നിൽ കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് സെയിം പ്രസിഡൻസ് ലെവലിൽ നിന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റേഴ്സിന്റെ ഓർഡർ ഓഫ് ഇവാലുവേഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ് അസോസിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ പ്രസിഡൻസിലുള്ള ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ ഉണ്ടെങ്കിൽ അതിനെ ഏത് ഓർഡറിലായിരിക്കണം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അസോസിയേറ്റിവിറ്റി ക്യാൻ ബി ടു ടൈപ്സ്, ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യണം. Left to right associativity means the operators are evaluated from left to right ആണ്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റിക്കകത്ത് നമ്മൾ ചെയ്യുന്നത് ഓരോ ഓപ്പറേറ്റേഴ്സും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഈ സെയിം പ്രസിഡൻസ് ലെവലിലുള്ള ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 - 2 + 1. ഇതിലെ മൈനസും പ്ലസും എന്ന് പറയുന്നത് സെയിം പ്രസിഡൻസ് ആണ്, അല്ലെങ്കിൽ സെയിം പ്രസിഡൻസ് ലെവലിലാണ് വരുന്നത്. സെയിം പ്രസിഡൻസ് ലെവലിൽ വരുമ്പം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതായത് 5 - 2 ആദ്യം കാണും. 5 - 2 = 3 ആണ്. 3 + 1 = 4 ആണ് വരിക. നമ്മുടെ ആൻസർ വരുന്നത് 4 ആണ്. അപ്പം നമ്മൾ അതിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുത്ത് ഇതിനെ സബ് എക്സ്പ്രഷൻസ് ഗ്രൂപ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അല്ല, ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സെയിം പ്രസിഡൻസ് ലെവലിലുള്ള ഓപ്പറേറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ആണ്. ഇറ്റ് മീൻസ് ദ ഓപ്പറേറ്റേഴ്സ് ആർ ഇവാലുവേറ്റഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ A = B minus B equal A = B = C = 5 എന്നാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം, നമ്മളിവിടെ കാണുവാണെങ്കിൽ ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം എയിൽ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ബിയിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പം ബിയിൽ വാല്യൂ ആണെങ്കിൽ സിയിൽ ഒരു വാല്യൂ ആണ്. സിയിൽ വാല്യൂ ആണെങ്കിൽ ഈ 5 സിയിലേക്ക് അസൈൻ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഫസ്റ്റ് 5നെ സിയിലേക്ക് അസൈൻ ചെയ്യുന്നു, സി എന്ന വാല്യൂവിനെ പിന്നെ ബിയിലേക്ക് അസൈൻ ചെയ്തു. ബിയിൽ നിന്ന് മാത്രമാണ്, ബിയിൽ ഒരു വാല്യൂ വന്നെങ്കിൽ മാത്രമാണ് എയിലേക്ക് അതിനെ അസൈൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സിയിലേക്ക് 5നെ അസൈൻ ചെയ്യുക. whatever value it is got or it is available in C has to be assigned to that B. Then whatever value is in B, it has to be assigned to that A. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി എക്സാമ്പിൾ ഫോർ ദ ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റിയുടെ ഒരു ടേബിളും കൂടെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഹയർ പ്രസിഡൻസിലുള്ള ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അതായത് പാരന്തസിസ് ആണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അതായത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സിനെ മാത്രമേ ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കണം നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി സ്റ്റാർ ഡിവിഷൻ മോഡുലസ്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മോഡുലസ് ആണ്. അപ്പോൾ അതും ഇവാലുവേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇനി പ്ലസും മൈനസും അഡീഷൻ സബ്സ്ട്രാക്ഷൻ അതും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ പ്രസിഡൻസ് വരുന്ന പാരന്തസിസ് ആണ്. പിന്നെ സ്റ്റാർ ഡിവിഷൻ മോഡുലസ് ആണ്. അതിനുശേഷം മാത്രമേ പ്ലസിനും മൈനസിനും വരുന്നത്. അപ്പോൾ പ്ലസും മൈനസും സെയിം പ്രസിഡൻസ് ലെവലാണ്. പിന്നെ വരുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഓപ്പറേറ്റേഴ്സ് ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ ഫസ്റ്റ് വൺ ജസ്റ്റ് അസൈൻമെൻറ്റ്,
പിന്നെ പ്ലസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ആണ്. ഇത് എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള എക്സ്പ്രഷനെ വേണമെങ്കിൽ എ പ്ലസ് ഈക്വൽ ബി എന്ന് പറഞ്ഞ് കൊടുക്കാം. ആ തരത്തിലുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, സ്റ്റാർ ഈക്വൽ, ഡിവിഷൻ ഈക്വൽ ഒക്കെ വരും. അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പം അതാണ് ഏറ്റവും ലോവർ, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിൽ ഏറ്റവും ലോവർ പ്രസിഡൻസ് വരുന്നത് ഈ പറഞ്ഞ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനാണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഒരു പ്രോബ്ലം എങ്ങനെ, അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ആഫ്റ്റർ റൈറ്റിംഗ് എ പ്രോഗ്രാം, the program should be translated by the compiler. So compiler designer also has to be know about that operator precedence of that operator precedence and associativity of the corresponding programming language. According to that, they have to design that compiler for evaluating or translating the expressions whatever we are writing in a source program. So this is very important in the aspect of the compiler. So the compiler designer has also be focused on that operator precedence and associativity when it is converting or when it is translating a arithmetic expression into object code or machine code. So thank you all. We'll see with another video.